കൃഷ്ണന്റെ സമയപ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ 3-5 ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൃഷ്ണനുണ്ട്, ശിവനുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ഇവിടെ ആൾത്തിരക്കൊക്കെ ഉണ്ടോ, നല്ല തിരക്കുണ്ട്. ഇവിടെ ഒരു കൃഷ്ണന്റെ പ്രതിമ വെച്ചിട്ടുണ്ട്. കുറേ പോലീസുകാരൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരു മിനിയേച്ചർ വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ശരിക്കും മിനിയേച്ചർ കാണാൻ. നമ്മളിപ്പോൾ സ്റ്റേഴ്സ് കയറിക്കൊണ്ടിരിക്കുക മുകളിലേക്ക് പോവാൻ. അവിടെയാണ് മെയിൻ സാധനം. ഇതാണ് വടക്കുനാഥൻ്റെ ക്ഷേത്രം. എന്ത് രസാലേ കാണാൻ. ഒരുപാട് കോട്ടകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഒരുപാട്. ഞാൻ ശരിക്കും കാണണ സമയത്തൊക്കെ നല്ല രസമായിരുന്നു. ഞാനിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഒരുപാട് കുടകളുണ്ട്. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, വെള്ള, ഒരുപാട്. അതിനൊക്കെ നല്ല ഡിസൈൻസും ഉണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഇതൊക്കെ എങ്ങനെ ചെയ്യണേന്നാ. ഇവിടെ കുറേ അധികം സ്പെഷ്യൽ കുടകളും ഉണ്ട്. നല്ല രസമാണ് ശരിക്കും ഇതൊക്കെ കാണാൻ. ആരെങ്കിലും ഇതിന് തൊടുണ്ടോ, പിച്ചുണ്ടോ, മാണ്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പോലീസുകാരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട്. ചിലവരവിടെ ബോറടിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് നല്ല ഭംഗിയാണ് ശരിക്കും ഇത് കാണാനായിട്ട്. ഒരുപാട് കുടകളുണ്ട്. നെറ്റിപ്പൊട്ട്, അങ്ങനെ എന്തോരം സാധനങ്ങളാ. എനിക്ക് ശരിക്കും ഇത് കണ്ട സമയത്തൊക്കെ ഞാൻ അമ്പരപ്പെട്ട് നിൽക്കുകയായിരുന്നു. ഇതൊക്കെ ആനയുടെ കാലമ്മളും ചെവിമളും അതുപോലെ തന്നെ അരയമ്മളൊക്കെ കെട്ടാനുള്ള സാധനങ്ങളാണ് ഈ ഡിസൈനൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ അതാണ് കേട്ടോ. പിന്നെ ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കാണാൻ. കുറേ കൊട്ടകളും അതുകളൊക്കെ ഉണ്ട് നമുക്ക് കാണാനായിട്ട്. വടക്കുനാഥൻ്റെ ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള വിളക്കൊക്കെ എന്ത് ക്ലിയർ ആയിട്ടാണ് കുഞ്ഞിലായിപ്പോയത്. അതൊക്കെ അവർ ചെയ്തൊക്കെ നല്ല രസമാണ് ശരിക്കും. ഇത് പിന്നെ കാണാൻ ഭംഗി പറയണ്ടല്ലോ. അടിപൊളി ഭംഗിയാണ്. ഒരു അറേഞ്ച് ചെയ്തൊക്കെ തന്നെ കാണാൻ അടിപൊളിയാണ്. ഇതൊക്കെ കുറേ കുടകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ കുടകളുണ്ട്. ഒന്നും പറഞ്ഞു നിന്നുണ്ടെങ്കിൽ അതൊന്നും തീരില്ല. ചേട്ടൻ എന്നെ ഷൂട്ടൊക്കെ നടത്തുന്നുണ്ട് കുറച്ച് കുടകളുടെ ഇടയിലൊക്കെ വെച്ചിട്ട്. നല്ല ഭംഗിയാണ് ശരിക്കും ഇതൊക്കെ കാണാൻ. ഇത് സ്പെഷ്യൽ കുടകൾക്ക് വേണ്ടിയിട്ട് അവർ ഒരുക്കി വെച്ചേക്കണം. ദേവിയുടെ രൂപങ്ങളാണെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ള മുത്തുകുടകൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. നോക്കി ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇതൊക്കെ നിവർത്തുമ്പോ എന്ത് ഭംഗിയായിരിക്കും. ഇതും ചിലപ്പോൾ സ്പെഷ്യൽ കുടകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചേക്കണ ശിവന്റെ പോസ്റ്ററോ. ഒരെണ്ണം നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളൂ. ബാക്കി കുടമാറ്റത്തിന് ഇതേ നോക്കി നല്ല വെള്ളക്കുടകള്. അതുമ്മ കൃഷ്ണന്റെ പിക്ചർ. പിന്നെ നല്ല മഞ്ഞ കളറില് ശിവന്റെ പിക്ചറിൽ കുടകളുണ്ട്. പിന്നെയും ഭംഗിയുള്ള നല്ല കുടകള്. അടുത്ത സ്പെഷ്യൽ കുടക്കുള്ള ശിവന്റെ രൂപങ്ങള്. അടുത്ത മുരുകന്റെ രൂപങ്ങള്. കുഞ്ഞികൃഷ്ണൻ. ഞങ്ങള് തിരുവമ്പാടിയുടെ സമയപ്രദക്ഷിണം കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാട്ടാ.
ആനയുടെ മുമ്പിലൊക്കെ ഉണ്ടാവണ വിളക്കുകാലുകളത്. ഞങ്ങൾ തിരുവമ്പാടി അമ്പലത്തിന്റെ മുന്നിക്കൂടെ പോണേ. അവിടുന്ന് ആനയൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് പാറമേക്കാവ് അമ്പലത്തിന്റെ അവിടെയാണ്. ഇവിടുത്തെ സമയപ്രദക്ഷിണം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. നമ്മളിവിടെ എത്തിയ സമയത്ത് ഒരാന അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പാപ്പാമാര് പതുക്കെ പതുക്കെ ആനേനെ അവിടെ നിന്ന് ഇറക്കാൻ ശ്രമിക്കണ്ടട്ടാ. ദേ ഒരു പാപ്പൻ ആനയുടെ വാല് പിടിച്ച് വലിക്കണു. ദേ ആന പതുക്കെ പതുക്കെ വണ്ടിന്ന് ഇറങ്ങുന്നുണ്ട്. ആന വണ്ടിന്ന് ഇറങ്ങിക്കഴിഞ്ഞേ. നല്ല കൊമ്പല്ലേ ആനയുടെ. ഞങ്ങള് പാറമേക്കാവ് അമ്പലത്തിന്റെ മുന്നിക്കൂടെ സമയപ്രദർശനം കാണാൻ പോവാ. പാറമേക്കാവിന്റെ സമയ പ്രദർശനം തുടങ്ങാട്ടാ. ഇവിടെ ഉണ്ട് തിരുവമ്പാടിയുടെ പോലെ നല്ല ഭംഗിയുള്ള കൊടകള്. ഇവിടെയുണ്ട് ആനകൾക്ക് കാലുകളും കഴുത്തിലും അരയിലൊക്കെ കെട്ടാനുള്ള സാധനങ്ങള്. ഇതേ നല്ല സുന്ദരം കുടങ്ങള്. എനിക്ക് ഭയങ്കര ഇഷ്ടായി. ഈ കുടയില് സിഗ്സാഗ് പോലെ ഡിസൈനൊക്കെ. എന്തൊരു ഭംഗിയാ. ആനകൾക്ക് കെട്ടാനുള്ള നെറ്റിപ്പട്ടും ആലവട്ടും ബെഞ്ചാമരയും. അണികളൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. നല്ല സ്പെഷ്യൽ കടകൾക്കുള്ള ഒരുക്കങ്ങൾ ഇവിടെ ഉണ്ട് ട്ടാ. നിവർത്തി വെച്ച കൊടകളും നിവർത്താതെ വെച്ച കൊടകളും. എന്തോരം കൊടകളാ.
ദേ റെയിൻബോ കൊട. ദേ നല്ല മഞ്ഞ മുത്ത് പോലുള്ള കുട. ഇതിൻ്റെ അപ്പുറത്ത് രാജാവിൻ്റെ കിരീടം പോലുള്ള ചുവപ്പ് കുട. കഥകളിയുടെ രൂപത്തോടു കൂടി ഇവിടെ കഴിഞ്ഞു ട്ടാ പാറമേക്കാവിന്റെ ചമയ പ്രദർശനം. കുറെ ആനകളുണ്ട് അവിടെ. ദേ ഒരു ആനേനെ നാളത്തെ പൂരത്തിന് വേണ്ടി കുളിപ്പിച്ച് സുന്ദരനാക്കുക. ആന ദേ തുമ്പിക്കൈയില് വെള്ളം എടുത്ത് ചീറ്റണു. ഒരു ആന നടന്നു വരിക അവിടെ നിന്ന്. നാളെ പൂരത്തിനുള്ള കുറെ ആനകളെ ഞങ്ങള് കണ്ടുട്ടാ. രണ്ടായിരത്തി 2024 2 ചമയ പ്രദർശനം നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇറങ്ങുക കേട്ടാ. എല്ലാവർക്കും ഹാപ്പി പൂരം.